അമ്മയുമായിട്ട് ഇപ്പോൾ ചെറിയ പ്രായം മുതൽ പല യാത്രകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴും ഒക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ബോട്ടിൽ യാത്ര, ബസ്സിൽ യാത്ര, പിന്നെ അത് കഴിഞ്ഞ് പല ഭക്തരുടെ വീടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അമ്മ വിദേശത്ത് പോയപ്പോഴത്തേക്കുണ്ട്. പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വിദേശത്തും പലപ്പോഴും എനിക്ക് സൗകര്യമുള്ളപ്പോൾ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭവപ്പെട്ടത്. ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച്, ഇത്രയും കൂടുതൽ ആളുകൾ ഒരുമിച്ചിട്ട് ഈ ട്രെയിനിൽ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അത് ഇപ്പം സാധ്യമായതല്ല. പക്ഷെ അതിനൊരു അവസരം വന്നപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എല്ലാവരും കൂടെ. അതിൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ള യാത്ര കഴിഞ്ഞിട്ട് പറയാം. ബാക്കി അതാണ് എന്നെ അന്ന് എന്താണെന്ന് അറിയാനുള്ള ആ അനുഭവം എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അമ്മയുമായിട്ടുള്ള യാത്ര എപ്പോഴും, യാത്രകൾ ഇഷ്ടമാണ്, അമ്മയുമായിട്ടുള്ള യാത്ര എപ്പോഴും ഇഷ്ടമാണ്. സമയക്കുറവുകൊണ്ടാണ് പലപ്പോഴും പോകാൻ കഴിയാത്തത്. ഇപ്രാവശ്യം എന്തായാലും ഇയർ എൻഡ് ആണെങ്കിലും ഞങ്ങളുടെ പല കാര്യങ്ങൾ വെച്ച് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാണ്. എല്ലാ സന്യാസിമാരും ഉണ്ട്, ഭക്തരുണ്ട്, അമ്മയുടെ കൊച്ചുമക്കളുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമ്മളത് മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ടായിരിക്കുന്നത്. എങ്ങനെ ആയിരിക്കും അത്? എന്തായാലും വളരെ നല്ലതായിരിക്കും. ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അനുഭവമായിരിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. അപ്പോൾ അത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് പറയാം. അത് വാക്കുകളിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമാണ്.